നിലമ്പൂർ നിയമസഭാ മണ്ഡലത്തിൽ ഉപതെരഞ്ഞെടുപ്പാണ്. ആദ്യ മണിക്കൂറിൽ 4% പോളിംഗാണ് രേഖപ്പെടുത്തിയിരിക്കുന്നത്. രാവിലെ ചില യന്ത്രത്തകരാറും വെളിച്ചക്കുറവും ഒക്കെ റിപ്പോർട്ട് ചെയ്തിരുന്നു. യന്ത്രത്തകരാർ വഴിക്കടവ് 22-ാം വാർഡിലായിരുന്നു, 22-ാം ബൂത്തിലായിരുന്നു യന്ത്രത്തകരാർ റിപ്പോർട്ട് ചെയ്തിരുന്നത്. എന്നാൽ ആ തകരാറൊക്കെ പരിഹരിച്ചു എന്നാണ് നമുക്ക് അറിയാൻ സാധിക്കുന്നത്. ഒപ്പം വെളിച്ചക്കുറവുണ്ട് എന്ന ആക്ഷേപവും ഉയർന്നിട്ടുണ്ട്. വോട്ടർമാരുടെ നീണ്ട നിര പല പോളിംഗ് സ്റ്റേഷനുകളിലും നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട്. ഒപ്പം വലിയ മഴയാണ്. പ്രതികൂല കാലാവസ്ഥ വകവയ്ക്കാതെ വോട്ടർമാർ പോളിംഗ് ബൂത്തിലേക്ക് എത്തിക്കൊണ്ടിരിക്കുകയാണ്. ശിവദാസ് കന്മനവും അരുൺ ആലത്തൂരുമാണ് നമുക്ക് വിശദാംശങ്ങൾ നൽകിക്കൊണ്ടിരിക്കുന്നത്. അരുൺ ആലത്തൂരിലേക്കാണ്. അരുൺ, ഇപ്പോഴും അവിടെ മഴയാണോ? നമ്മൾ നേരത്തെ കണ്ടിരുന്നു വലിയ മഴയായിരുന്നു. ഈ മഴയൊന്നും വകവയ്ക്കാതെയാണ് അവിടെ വോട്ടർമാർ എത്തിക്കൊണ്ടിരുന്നത്. ഇപ്പോൾ എന്താണ് അവിടുത്തെ അവസ്ഥ? രാഖി, ഇപ്പോൾ കാലാവസ്ഥ ശാന്തമാണ്. മഴ ഒന്ന് മാറിയിട്ടുണ്ട്. ഇടവിട്ട് മഴ പെയ്യുന്ന ഒരു സ്ഥിതിയാണ് ഇപ്പോൾ ഇന്ന് രാവിലെ മുതൽ തന്നെ കാണാൻ കഴിയുന്നത്. ഏതായാലും ആളുകളെ സംബന്ധിച്ചിടത്തോളം മഴയെ വകവയ്ക്കാതെ അല്ലെങ്കിൽ കനത്ത മഴ പെയ്യുന്നുണ്ടെങ്കിലും അത് അവർ കാര്യമാക്കാതെ തന്നെ പോളിംഗ് ബൂത്തിലേക്ക് എത്തുന്ന കാഴ്ച കാണാൻ സാധിക്കുന്നു എന്നുള്ളതാണ്. രാവിലെ 5:30 മോക്ക് പോളിംഗ് ആരംഭിച്ച് ഒരു 7 മണിക്കാണ് പോളിംഗ് തുടങ്ങിയത്. ആ സമയത്ത് തന്നെ ഞാൻ നിൽക്കുന്ന ഈ ബൂത്തിലൊക്കെ വലിയ നീണ്ട നിരയായിരുന്നു കാണാൻ കഴിഞ്ഞത്. ഇപ്പോഴൊന്ന് ആളുകളുടെ എണ്ണത്തിൽ ചെറിയൊരു കുറവ്, അതായത് നേരത്തെ കണ്ട അത്രയും ആളുകളുടെ എണ്ണത്തിലൊരു കുറവ് ഉണ്ടായിട്ടുണ്ട്. ഏതായാലും രാവിലെ ജോലിക്കും മറ്റുമൊക്കെ പോകുന്ന ആളുകളായിരിക്കണം അതിരാവിലെ തന്നെ എത്തി പോളിംഗ് രേഖപ്പെടുത്തി ജോലിക്ക് പോകുന്നതിനായി നേരത്തെ എത്തിയതായിരിക്കണം എന്നുള്ളതാണ് കരുതുന്നത്. ഇനി ഏതായാലും വരും മണിക്കൂറുകളിലും എത്രത്തോളം തിരക്ക് ഉണ്ടാവും ഓരോ ബൂത്തുകളിലും എന്നുള്ളത് തന്നെയാണ് എല്ലാവരും നോക്കി കാണുന്നത്. നേരത്തെ ഞാൻ നിൽക്കുന്ന ഈ ബൂത്തിൽ UDF സ്ഥാനാർത്ഥിയായ ആര്യാടൻ ഷൗക്കത്ത് ഉൾപ്പെടെ വന്ന് കുടുംബസമേതം എത്തി വോട്ട് രേഖപ്പെടുത്തി മടങ്ങുകയുണ്ടായി. അദ്ദേഹത്തിൻ്റെ പിതാവ് ഉണ്ടായിരുന്ന കാലത്തെ കാര്യങ്ങളെക്കുറിച്ചൊക്കെ പറഞ്ഞു. മാത്രമല്ല, മികച്ച പോളിംഗ് ഉണ്ടാവും എന്നുള്ളൊരു ആത്മവിശ്വാസവും വലിയ ഭൂരിപക്ഷത്തിൽ വിജയിക്കാൻ കഴിയുമെന്നുള്ളൊരു ആത്മവിശ്വാസവും ഒക്കെയാണ് ആര്യാടൻ ഷൗക്കത്ത് പങ്കുവച്ചത്. ഏതായാലും ഈ പോളിംഗ് ശതമാനത്തെ സംബന്ധിച്ചിടത്തോളം മുന്നണികളൊക്കെ മികച്ച രീതിയിലുള്ള പോളിംഗ് ശതമാനമായിരിക്കും എന്ന് ഇപ്പോൾ ഏതായാലും അവർ കണക്ക് കൂട്ടുന്നുണ്ട്. കാരണം മഴയൊന്നും അവഗണിച്ചുകൊണ്ട് രാവിലെ തന്നെ ആളുകൾ എത്തുന്ന സാഹചര്യത്തിൽ ഇനി വരും മണിക്കൂറുകളിലും ഇതേ ട്രെൻഡ് തുടരാനുള്ളൊരു സാധ്യതയാണ് ഈ സ്ഥാനാർത്ഥികളും രാഷ്ട്രീയ പാർട്ടികളും ഒക്കെ പറയുന്നത്. അതുകൊണ്ട് തന്നെ പോളിംഗ് ശതമാനത്തിൽ ഒരു ഇടിവുണ്ടാവാൻ സാധ്യതയില്ല എന്നുള്ളതാണ് അവർ പറയുന്നത്. ഏതായാലും ജനങ്ങൾ അത് ഏത് തരത്തിലായിരിക്കും പ്രതികരിക്കുക എന്നുള്ളതൊക്കെ നമുക്ക് വരും മണിക്കൂറുകളിൽ മാത്രമേ അതിലൊരു വ്യക്തത ലഭിക്കുകയുള്ളൂ എന്നുള്ളതാണ്. നിലവിൽ ഏതായാലും പോളിംഗ് പുരോഗമിച്ചുകൊണ്ടിരിക്കുന്നു. നിലവിൽ 2 സ്ഥാനാർത്ഥികൾ വോട്ട് രേഖപ്പെടുത്തിയിരിക്കുന്നു. ആദ്യം M സ്വരാജാണ് വോട്ട് രേഖപ്പെടുത്തുക, അതിനുശേഷം ആര്യാടൻ ഷൗക്കത്തും വോട്ട് രേഖപ്പെടുത്തി. ഇനി വോട്ട് രേഖപ്പെടുത്താനായിട്ടുള്ളത് NDA സ്ഥാനാർത്ഥിയായ അഡ്വക്കേറ്റ് മോഹൻ ജോർജാണ്. 10 മണിയോടുകൂടെ ആയിരിക്കും അദ്ദേഹം വോട്ട് രേഖപ്പെടുത്താനായിട്ട് എത്തുക. അദ്ദേഹം ചുങ്കത്തറയിലെ മാർത്തോമ സ്കൂളിലാണ് അദ്ദേഹത്തിൻ്റെ വോട്ട് രേഖപ്പെടുത്തുന്നത്. അദ്ദേഹവും കുടുംബസമേതം എത്തി വോട്ട് രേഖപ്പെടുത്തുമെന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. നിലവിൽ ഏതായാലും സ്ഥാനാർത്ഥികളൊക്കെ ഇങ്ങനെ ഓരോ പോളിംഗ് സ്റ്റേഷനുകളിലും മറ്റുമൊക്കെ എത്തി വോട്ടർമാരെ കാണുന്നതും ആ കാഴ്ചയും നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട് എന്നുള്ളതാണ്. ഏതായാലും പോളിംഗ് പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണ്. രാഖി, ഈ ആര്യാടൻ ഷൗക്കത്ത് പറഞ്ഞത് വിവാദങ്ങളൊക്കെ സൃഷ്ടിച്ചെടുത്തതാണ്. അതായത് പ്രധാന പ്രശ്നങ്ങളിൽ നിന്ന് ശ്രദ്ധ തിരിക്കാൻ വേണ്ടിയിട്ടുള്ള ശ്രമമാണ് നടക്കുന്നത് എന്നായിരുന്നു ആര്യാടൻ ഷൗക്കത്ത് പറഞ്ഞത്. അങ്ങനെ നമുക്ക് വിവാദങ്ങളെ വില കുറച്ച് കാണാൻ സാധിക്കുമോ അരുൺ? തീർച്ചയായിട്ടും ഇന്നിപ്പോൾ വികസന പ്രശ്നങ്ങളിൽ നിന്ന് വഴിതിരിച്ചു വിടാനാണ് വിവാദങ്ങൾ സൃഷ്ടിച്ചതെന്നാണ് ആര്യാടൻ ഷൗക്കത്ത് പ്രതികരിച്ചത്. പക്ഷേ സ്വാഭാവികമായിട്ടും നമുക്കറിയാം ഈ വിവാദങ്ങൾ പലതും സൃഷ്ടിച്ചത് UDF തന്നെയാണെന്നുള്ളതാണ്. ഒന്ന്, ഈ മതഭീകര സംഘടനയായ ജമാഅത്തെ ഇസ്ലാമിയുമായി കൂട്ടുകൂടുന്ന ഒരു സാഹചര്യം സൃഷ്ടിച്ചത് ആദ്യം ഇത്തരത്തിൽ UDFൻ്റെ ഭാഗത്തു നിന്നാണ്. മാത്രമല്ല, അനാവശ്യമായിട്ട് പെട്ടി വിവാദവും മറ്റുമൊക്കെ സൃഷ്ടിക്കാൻ വേണ്ടിയുള്ള ഒരു ബോധപൂർവമായ ശ്രമം നടന്നതും അതും UDFൻ്റെ ഭാഗത്തു നിന്നാണെന്നുള്ളതാണ്. അതായത് വിവാദങ്ങളും മറ്റുമൊക്കെ നിരന്തരം സൃഷ്ടിച്ചുകൊണ്ടിരിക്കുന്നത് UDFൻ്റെ ഭാഗത്താണെന്നിരിക്കെയാണ് അത്തരത്തിലുള്ള പ്രതികരണവും ആര്യാടൻ ഷൗക്കത്തിൻ്റെ ഭാഗത്തു നിന്ന് ഉണ്ടായിരിക്കുന്നു എന്നുള്ളതാണ്. നിലവിൽ ഏതായാലും സ്ഥാനാർത്ഥികളും മറ്റുമൊക്കെ ഈ പോളിംഗ് ബൂത്തുകളിലേക്കൊക്കെ എത്തുന്ന ഒരു കാഴ്ച നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട്. ഏതായാലും പോളിംഗ് പുരോഗമിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഇനി സ്ഥാനാർത്ഥികൾ, ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഇനിയിപ്പോൾ 2 സ്ഥാനാർത്ഥികൾ, പ്രധാനപ്പെട്ട 2 സ്ഥാനാർത്ഥികൾ പോളിംഗ് രേഖപ്പെടുത്തിയവരുടെ പ്രതികരണമൊക്കെ വന്നു. ഇനി
NDA സ്ഥാനാർത്ഥിയായ അഡ്വക്കേറ്റ് മോഹൻ ജോർജിൻ്റെ അദ്ദേഹം വോട്ട് രേഖപ്പെടുത്തണം. അദ്ദേഹം എന്താണ് ഈ പോളിംഗ് ദിനത്തിലും പറയാനുള്ളത് എന്നുള്ളത് കേൾക്കേണ്ടതായിട്ടുണ്ട്. ഒപ്പം അൻവറും ഇതിനോടകം തന്നെ പ്രതികരിച്ചിട്ടുണ്ട്. അൻവറിന് വോട്ട് ഈ മണ്ഡലത്തിൽ ഇല്ല. അൻവർ മറ്റേ മഞ്ചേരി മണ്ഡലമാണ്, അതുകൊണ്ട് തന്നെ ഇവിടെ വോട്ടില്ല. എങ്കിൽ പോലും അൻവർ രാവിലെ തന്നെ പ്രതികരണം നടത്തിയിട്ടുണ്ട്. സർക്കാരിനെതിരായ, പിണറായി വിജയനെതിരായ വിധിയെഴുത്തായിരിക്കും എന്നൊക്കെയാണ് അൻവർ പ്രതികരിച്ചിരിക്കുന്നത്. മാത്രമല്ല മികച്ച പോളിംഗ് ഉണ്ടാവും എന്നുള്ളത് തന്നെയാണ് അൻവറും പറയുന്നത്. ഏതായാലും പോളിംഗ് ഇങ്ങനെ പുരോഗമിച്ചുകൊണ്ടിരിക്കുന്നു. നേരത്തെ പറഞ്ഞതുപോലെ നിരവധി വിവാദങ്ങളും മറ്റുമൊക്കെയാണ് ഈ മണ്ഡലത്തിൽ ഉണ്ടായിട്ടുള്ളത്. ഈ പോളിംഗ് തുടരുമ്പോൾ ജനങ്ങൾ അതിനോടൊക്കെ എങ്ങനെയാണ് പ്രതികരിക്കുക എന്നുള്ളത് ഇനി നമുക്ക് കണ്ടു തന്നെ അറിയണമെന്നുള്ളതാണ്. പ്രത്യേകിച്ച് ആ തെരഞ്ഞെടുപ്പ് ഇങ്ങനെ വരുത്തി വെച്ചൊരു തെരഞ്ഞെടുപ്പായതുകൊണ്ട് തന്നെ തുടരെ തെരഞ്ഞെടുപ്പ് ഉണ്ടാവുന്ന പശ്ചാത്തലത്തിൽ അതിനോട് ഏതെങ്കിലും തരത്തിലുള്ള വിമുഖത ആളുകൾക്കുണ്ടാവുമോ? പ്രത്യേകിച്ച് പുറം നാടുകളിലൊക്കെ ജോലിക്ക് പോയ ആളുകളൊക്കെ ഈ തെരഞ്ഞെടുപ്പിൽ വോട്ട് ചെയ്യുന്നതിന് വേണ്ടി ഇവിടേക്ക് എത്തിയിട്ടുണ്ടോ, അത് അത്തരത്തിലുള്ള ആളുകളൊക്കെ വോട്ട് രേഖപ്പെടുത്തുമോ എന്നുള്ളതൊക്കെ അറിയേണ്ടതുണ്ട്. അത് ഏതായാലും വരും മണിക്കൂറുകളിൽ മാത്രമേ അത്തരം കാര്യങ്ങളിലൊക്കെ ഒരു വ്യക്തത ലഭിക്കുകയുള്ളൂ എന്നതാണ്. ഇപ്പോൾ ഏതായാലും പോളിംഗ് ബൂത്തുകളിൽ തിരക്ക് തുടരുന്ന ഒരു സാഹചര്യം തന്നെയാണ്. മിക്ക പോളിംഗ് ബൂത്തുകളിലും ആളുകൾ ധാരാളം എത്തിക്കൊണ്ടിരിക്കുന്ന ഒരു കാഴ്ച തന്നെയാണ് കാണാൻ സാധിക്കുന്നത്. രാഖി, അരുൺ പറഞ്ഞതുപോലെ ഈ തെരഞ്ഞെടുപ്പ് കഴിയുമ്പോൾ ശരിക്കും PV അൻവറിന് എന്താണ് സംഭവിക്കാൻ പോകുന്നത് എന്ന് കണ്ടു തന്നെ അറിയേണ്ടി വരുമല്ലേ? കാരണം ഈ തെരഞ്ഞെടുപ്പ് അടുത്തപ്പോൾ തന്നെ സ്വയം വരുത്തിവെച്ച തെരഞ്ഞെടുപ്പാണ്, നമ്മൾ പലപ്പോഴായി പറഞ്ഞു. എങ്കിൽ പോലും PV അൻവറിനെ ആർക്കും വേണ്ടാത്ത ഒരു അവസ്ഥയിലേക്ക് എത്തി കാര്യങ്ങൾ. ഇനിയിപ്പോൾ ഈ തെരഞ്ഞെടുപ്പ് കഴിയുമ്പോൾ PV അൻവറിന് എന്തായിരിക്കും സംഭവിക്കാൻ പോകുന്നത്? തീർച്ചയായിട്ടും രാഖി, ഈ തെരഞ്ഞെടുപ്പിൽ ഇനി PV അൻവർ എന്താവും എന്നുള്ളത് രാഷ്ട്രീയ കേരളം തന്നെ ഉറ്റുനോക്കുന്ന ഒരു കാര്യമാണ്. കാരണം നമുക്കറിയാം, ഈ മണ്ഡലത്തിൻ്റെ MLA ആയിരുന്ന അൻവർ ഇടതുപക്ഷത്തോട് വിയോജിച്ച് വലിയ തർക്കങ്ങളും മറ്റുമൊക്കെ ഉണ്ടാകുന്നു. തുടർന്ന് രാജിവെക്കുന്ന ഒരു സ്ഥിതി ഉണ്ടാകുന്നു. ആ രാജിവെച്ചതിന് ശേഷവും അൻവറിൻ്റെ നിലപാടുകൾ എന്തായിരിക്കും എന്നുള്ളത് എല്ലാവരും ഉറ്റുനോക്കിയായിരുന്നു. പക്ഷേ അടിക്കടി നിലപാടുകൾ ഇങ്ങനെ പറഞ്ഞ വാക്കുകളൊക്കെ മാറ്റിപ്പറയുന്ന ഒരു കാഴ്ചയാണ് കാണാൻ സാധിച്ചത്. ആദ്യം സർക്കാരിനെതിരെ പറയുന്നു, പിന്നീട് കേന്ദ്ര സർക്കാരിനെതിരെ പറയുന്നു, പിന്നീട് പല കാര്യങ്ങളിലും പറഞ്ഞ വാക്കുകൾ അങ്ങോട്ടും ഇങ്ങോട്ടും അൻവർ മാറ്റിപ്പറയുന്ന ഒരു സ്ഥിതി ഉണ്ടായി. അത് ഏതായാലും ജനങ്ങളെ സംബന്ധിച്ചിടത്തോളം അൻവറിൽ ഒരു അതൃപ്തി ഉണ്ടാക്കിയിട്ടുണ്ട് എന്നുള്ളതിൽ ഒരു വാസ്തവമായ കാര്യമാണ്. അത്തരത്തിൽ അൻവർ ഇത്തരത്തിൽ പറഞ്ഞ വാക്കുകളും കാര്യങ്ങളുമൊക്കെ മാറ്റിപ്പറഞ്ഞതിന് പിന്നാലെ ഇപ്പോൾ ഈ ഇടത് വലത് സ്ഥാനാർത്ഥികൾ ഈ മണ്ഡലത്തിലെത്തി. അതായത് ആര്യാടൻ ഷൗക്കത്തും അതുപോലെ തന്നെ സ്വരാജും ഈ ഞാൻ നിൽക്കുന്ന ബൂത്തിലേക്ക് എത്തി. അവർ ഇരുവരും കൂടിക്കാഴ്ച നടത്തുന്നതും കൂടെ നമുക്കിവിടെ കാണാൻ സാധിക്കുന്നുണ്ട്. ഇരുവരും ആര്യാടൻ ഷൗക്കത്ത് അല്പസമയം മുൻപ് വോട്ട് രേഖപ്പെടുത്താനായിട്ട് എത്തിയതാണ്. തൊട്ട് പിന്നാലെയാണ് സ്വരാജ് ഇവിടേക്ക് എത്തിയത്. ഏതായാലും രണ്ടുപേരും പരസ്പരം കൂടിക്കാഴ്ചയൊക്കെ നടത്തുന്നതും കാണാൻ ഇവിടെ സാധിക്കുന്നു എന്നുള്ളതാണ്. നേരത്തെ പറഞ്ഞതുപോലെ ഇപ്പോൾ സ്വരാജ് വീണ്ടും മാധ്യമങ്ങളെ കാണുന്നുണ്ട് ഇവിടെ. നിങ്ങൾ ശാന്തരാവുക, ഒന്നും അല്ല, സമാധാനമായിട്ടിരുന്നോ, കുറച്ച് വൈഡായിരുന്നോ, വെറുതെ. ഓക്കെ ബഹളാക്കണ്ട, കുറച്ച് വൈഡായിട്ടിരുന്നോ, നമുക്ക് സമാധാനമാക്കാം, കുറച്ച് വൈഡായിട്ട്. രാവിലെ ചില ബൂത്തുകളിൽ ചെറിയ ക്യൂ ഉണ്ടായിരുന്നു. എന്നാലും വലിയ വോട്ടർമാർക്ക് വല്ലാതെ നിന്ന് മുഷിയുന്ന തരത്തിലുള്ള ക്യൂ എവിടെയും കണ്ടില്ല. ഞാൻ പോയ ബൂത്തുകളിലും കണ്ടില്ല. ചെറിയ ക്യൂ ഉണ്ടായിരുന്നു. പിന്നെ വോട്ടിംഗ് ആരംഭിക്കുന്ന സമയത്ത് പരിചയക്കുറവുകൊണ്ടോ മറ്റോ ഒക്കെ ചിലയിടങ്ങളിൽ സാവധാനത്തിലാണ് തിരഞ്ഞെടുപ്പ് പ്രക്രിയ നടന്നിരുന്നത്. ഞാൻ വിചാരിക്കുന്ന കുറച്ചുകൂടി കഴിയുമ്പോഴേക്ക് അത് കുറേ കൂടി വേഗത്തിലാവുമെന്നാണ് കരുതുന്നത്. എന്നാൽ പല ബൂത്തിലും ക്യൂ ഉണ്ടായിരുന്നില്ല. ഇടയ്ക്കൊരു മഴ പെയ്തപ്പോൾ തിരക്ക് കുറയുന്നൊരു സ്ഥിതിയും വന്നു. എന്നാലും നല്ലതുപോലെ പോളിംഗ് നടക്കുന്ന അനുഭവമാണ് എനിക്ക് തോന്നിയത്. ഞാൻ ഓരോ സ്റ്റാറ്റിസ്റ്റിക്സിൻ്റെ അടിസ്ഥാനത്തിലല്ല, പെട്ടെന്ന് സന്ദർശിക്കുമ്പോഴുള്ളൊരു വിവരം വെച്ച് നല്ലതുപോലെ പോളിംഗ് നടക്കുന്നതായിട്ടാണ്. അപ്പോൾ എല്ലാവരും വോട്ട് ചെയ്യട്ടെ. 100% പോളിംഗ് വരുമ്പോഴാണ് ജനാധിപത്യം അർത്ഥപൂർണ്ണമാവുക. നമുക്കങ്ങനെ ആഗ്രഹിക്കാം. ഓക്കെ. ചില ബൂത്തുകളിലൊക്കെ ചില യന്ത്ര തകരാറുകളൊക്കെ പറയുന്നുണ്ട് തുടക്കത്തിൽ. ഞാൻ പോയ ബൂത്തുകളിൽ അങ്ങനെ ഒരു പരാതി വന്നില്ല. പിന്നെ എനിക്ക് തോന്നുന്നു കൈകാര്യം ചെയ്യുന്നതിലുള്ള ചെറിയ പ്രയാസങ്ങളായിരിക്കും. പക്ഷെ അതെല്ലാം പരിഹരിക്കപ്പെട്ടതാണ്. ഗൗരവമായ അത്തരത്തിലുള്ള വിഷയങ്ങളൊന്നും ഞാനിപ്പോൾ കടന്നുപോയ ബൂത്തുകളിൽ എവിടെയും കണ്ടിട്ടില്ല. ഓക്കെ, ശരി. ഇടത് സ്ഥാനാർത്ഥി സ്വരാജിന്റെ വാക്കുകളാണ് കേട്ടത്. സ്വരാജ് ഈ ഓരോ ബൂത്തുകളും മറ്റുമൊക്കെ കയറി ഇറങ്ങുന്നുണ്ട്. അങ്ങനെ
ബൂത്തുകൾ സന്ദർശിക്കുമ്പോൾ കാണാൻ സാധിക്കുന്നത് മഴ പെയ്യുമ്പോൾ ആളുകളുടെ ഒരു വിമുഖത കാണാൻ സാധിക്കുന്നുണ്ട് എന്നുള്ളതാണ്. ആളുകൾ പലപ്പോഴും പലയിടത്തും തിരക്ക് ചിലയിടത്തൊക്കെ കുറവാണ്, ചിലയിടത്ത് മഴ പെയ്യുമ്പോൾ ആളുകൾ പോളിംഗ് ബൂത്തിലേക്ക് എത്തുന്നതിലൊരു ചെറിയ കുറവ് കാണുന്നുണ്ട് എന്നുള്ളതാണ് ഈ സ്ഥാനാർത്ഥി പല ബൂത്തുകൾ സന്ദർശിച്ച ശേഷം പ്രതികരിച്ചിരിക്കുന്നത്. ഏതായാലും പോളിംഗ് പുരോഗമിച്ചുകൊണ്ടിരിക്കുന്നു. മഴയും ഇപ്പോൾ ഞാൻ നിൽക്കുന്ന ഇവിടെ ചെറിയ ചാറ്റൽ മഴ വീണ്ടും